ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ വീഡിയോ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് അതേ സ്പോട്ടിൽ തന്നെയാണ്, പഷിബ വില്ലേജിൽ തന്നെയാണ്. ആ വില്ലേജിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ. Village. When we turn at the right side, you will see the Muslim part of this village. Also, the next point will be Özkonak Underground City, which is the most protected one. It is 20 minutes far away from here. That means it's time to siesta. We have big dogs. Yeah. Have you ever seen? ടർക്കിയിൽ എവിടെ പോയാലും നമുക്കിത് ഈ ഡോഗ്സ്, ഇതിനെ അനറ്റോളിയൻ ലയൺ എന്നാണ് ഇവർ വിളിക്കുന്നത് കേട്ടോ. ശരിക്കും അക്സറെ മലക്ലിസി എന്നാണ് ഈ ഒരു ഡോഗിൻ്റെ ബ്രീഡിൻ്റെ പേര്. ഇത് ഷെപ്പേർഡ് ഡോഗ്സ് ആണ്. വൈൽഡ് ആനിമൽസിൽ നിന്ന് ആടുകളെ സംരക്ഷിക്കുന്ന ജോലിയാണ് ഇവന്മാരുടെ. പകൽ ഫുൾ ഉറക്കമായിരിക്കും, രാത്രിയാണ് ഇവന്മാർ ആക്റ്റീവ് ആകുന്നത് കേട്ടോ. പിന്നെ ഇതുപോലെ തന്നെ പൂച്ചകളെയും കാണാൻ സാധിക്കും. പൂച്ചകളെയും പട്ടികളെയും പരിപാലിച്ച് പോന്നു കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്നാണ് ഈ ഇവിടുത്തെ ഇസ്താംബുളുകാരുടെ ഒരു വിശ്വാസം. ഇസ്താംബുൾ അല്ല, ഈ ടർക്കിക്കാരുടെ ഒരു വിശ്വാസം കേട്ടോ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ഓസ്കോനാക്ക് അണ്ടർഗ്രൗണ്ട് സിറ്റി കാണാൻ വേണ്ടി പോവാം കേട്ടോ. അതൊരു വലിയൊരു അണ്ടർഗ്രൗണ്ട് സിറ്റിയാണ്. നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അണ്ടർഗ്രൗണ്ട് സിറ്റിയാണ് കേട്ടോ. നമ്മൾ ഈ സിറ്റിയിലോട്ട് ഇപ്പോൾ കിടക്കും. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് താഴെ ചെന്നിട്ട് കാണാം. അപ്പോൾ നമ്മൾ കപ്പഡോക്കിയയിലെ ഒരു അണ്ടർഗ്രൗണ്ട് സിറ്റിയിലേക്ക് പോവാണ് കേട്ടോ. അണ്ടർഗ്രൗണ്ട് സിറ്റിയാണ്, അണ്ടർഗ്രൗണ്ടാണ്. എല്ലാവരും ഈ ഗൈഡ് പുള്ളീനെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറഞ്ഞ് എല്ലാം ഓടി. നമ്മൾ താഴോട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ലോസ്റ്റ് ആവും എന്ന് പറയണത്. ഏതാണ്ട് 4000 വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യത്തെ അണ്ടർഗ്രൗണ്ട് സിറ്റി ഇവർ നിർമ്മിച്ചത് കേട്ടോ. അത് ഇവിടുത്തെ റോമൻ പട്ടാളക്കാരിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയായിരുന്നു. ഏതൊരു അണ്ടർഗ്രൗണ്ട് സിറ്റിയുടെയും ആദ്യത്തെ റൂം ആനിമൽ ഹൗസ് ആയിരിക്കും. അതായത് ഹൗസ്, പിന്നെ ഇവിടുത്തെ ഷീപ്പ്, ഇതുങ്ങളുടെ ഒരു സ്മെല്ല് കാരണം ഇവർ ഈ റോമൻ പട്ടാളക്കാർ വരുമ്പോൾ ഇത് ഒരു ആനിമലിൻ്റെ ഹൗസാണ്, ഇവിടെ ആൾതാമസമില്ല എന്നുള്ള ഒരു ഇത് അവർക്ക് തോന്നുമ്പോൾ അവരവിടെ നിന്ന് മാറി വേറെ എവിടെയെങ്കിലും അന്വേഷിക്കാൻ വേണ്ടി പോകും. അപ്പം അതുകൊണ്ടാണ് അവർ ആ ഒരു രീതി ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ പുള്ളി കാണിക്കുന്ന ഈ 2 തുരങ്കങ്ങൾ, അത് അതിനെപ്പറ്റി പിന്നെ പറയാമെന്നാണ് പറയുന്നത്. ഇവിടെ താഴെ തീ കത്തിക്കാനുള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മേളിൽ ചിമ്മിനിയുണ്ട്. അപ്പോൾ ഈ താഴെ വരുന്ന ഈ പുക ചിമ്മിനി കൂടി മേളിലേക്ക് പോകും. പിന്നെ അത് മാത്രമല്ല, ഏകദേശം 250 പേര് 5 മാസത്തോളം പുറത്തു പോലും വരാതെ താമസിക്കാൻ സൗകര്യമുള്ള ഒരു സിറ്റിയാണിത്. പിന്നെ കമ്പാരിറ്റീവ്ലി അധികം ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് അകത്ത് കയറാൻ പറ്റിയ ഒരു സിറ്റിയാണെന്നാണ് പുള്ളി പറയുന്നത് കേട്ടോ. പക്ഷെ എന്നാലും കാണുമ്പോൾ നമുക്ക് ഈ ചെറിയ ഒരു കവാടമൊക്കെ കാണുമ്പോൾ തീരെ നമുക്ക് എങ്ങനെ പാസ് ചെയ്യും എന്നുള്ളൊരു ചിന്തയൊക്കെ നമുക്ക് വരും. പക്ഷെ എന്നാലും നമുക്ക് പാസ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവുന്നു. ലൂക്ക തല നോക്കണോട്ടോ കയറുമ്പോൾ, സൂക്ഷിക്കട്ടോ. പതിയെ പതിയെ പോയാൽ മതി കേട്ടോ. Oh, nice. Founded by the mistakes. For example, this underground city founded by the mistake of one farmer. When he watched his chickens, they are going some holes, but they are not coming again. When he destroyed that stone, he found this underground city. Yeah. Almost every 2 or 3 years, we are founding new underground city. We are estimating like we have more than 200 underground city in Cappadocia. ഓക്കെ, പുള്ളി പറയുന്നത് എല്ലാ അണ്ടർഗ്രൗണ്ട് സിറ്റിക്കും 4 ഇതുപോലെ തന്നെ എയർ വാൽവ് ഉണ്ടാവും. അപ്പോൾ ശത്രുക്കളെ ഏതെങ്കിലും ഒരെണ്ണം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവർക്ക് നേരെ ഓൾട്ടർനേറ്റീവായിട്ടുള്ള അടുത്ത വാൽവ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ അടുത്ത ഒരു നിലയും കൂടി താഴത്തോട്ട് ഇറങ്ങിയേക്കാം കേട്ടോ. So that means they should make this pottery inside of this room. And for both these holes belongs for the liquid storage. And you can see many holes on the floor. ഈ പൂച്ചകൾ എല്ലായിടത്തും കാണാം കേട്ടോ. They are fitting their pottery inside of this hole and it's not shaking as like before. So why we have lots of liquid storage in here? Because of this area. Even today we are using the same things
my grandmother and my mother is using the same technique. ഓ വാവ്, പുള്ളി പറഞ്ഞ പുള്ളിയുടെ അപ്പൂപ്പൻ്റെ മൂമ്മമാരും ഇപ്പോഴും യൂസ് ചെയ്യണ ഇങ്ങനത്തെ ഒരു സെറ്റപ്പാണെന്നാണ് പറയണത്. വൈനറിയാണിത്, വൈനറി. ഇവിടെയാണ് വൈൻ ഉണ്ടാക്കുന്നത്. And the grape juice are liquid inside of this pool. You can see the hole in here. So even today we are using the same technique. So that's my opinion. While they are hiding their stuff, all underground still has lots of hole in here. This one is very interesting one. This is a telephone here, communication shop. So when you shop from here, all underground still can. ആണോ, അത് അടിപൊളിയാണല്ലോ. അത് ഈ കാണുന്ന ഈ ഒരു ഏരിയ ഉണ്ടോ, ഇവിടെ നിന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ അണ്ടർഗ്രൗണ്ട് സിറ്റിയിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും നമുക്ക് കേൾക്കാൻ പറ്റുന്ന പുള്ളി പറഞ്ഞിട്ടാ. Storage for the liquid things inside of this pool, but here is you can see there is a dry food storage. ഇവരുടെ ഡ്രൈ ഫുഡ് സ്റ്റോറേജ് ആണ് ഈ കാണുന്നത്. You can see the grape pool and grape juice pool. So everyone feels good, right? Now we will continue with the third floor. നോക്കി പോട്ടാ. സ്ക്രിപ്പുണ്ടല്ലോ ഷൂവിന്. ഓക്കെ, ഗുഡ്. ലുക്കിന് വീഡിയോ എടുത്തിട്ടുണ്ടോ, എടുക്കണ്ടോ? ആ, ഗൈസ് ഒരു ഗർഭിണിയാണ് ഈ പോകുന്നത് കേട്ടോ. ഫൈനലി വേറൊരു റൂമിൽ നമ്മൾ എത്തിയിട്ടോ. I think one family is this. Yes, one couple. Again, they use as an elevator also. ഗൈസ് അവരുടെ എലിവേറ്ററാണ് ഈ കാണുന്നത് കേട്ടോ. ഇതുണ്ടല്ലോ, ഇവിടെ നിന്ന് ചവിട്ടി ചവിട്ടി ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഹോളിൽ ചവിട്ടി ചവിട്ടി അവർ മേളിലേക്ക് കയറും. അതാണ് അവരുടെ എലിവേറ്റർ കേട്ടോ. They are carrying something from here. Also in front of us, you can see this stone wall. ആ അടിപൊളി, ഇത് പൊളിച്ച്. ഇത് നമ്മൾ പഴയ നമ്മുടെ സിനിമയിലൊക്കെ കാണൂല, എല്ലാ കിക്കസം അബൂക്ക ഹുക്കും തുറക്കു സീസർ എന്ന് പറയുമ്പോൾ ഈ സൈഡിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഒരു റോള്, ഒരു ഡോറ്, ഒരു കല്ലിൻ്റെ ഡോറ് ഇങ്ങനെ തുറന്നു വരുമല്ലേ, അത് ആ സാധനം കൊണ്ടേ കാണുന്നത്. ഇവിടുന്ന് ഇവർ പുഷ് ചെയ്ത് അത് അടയ്ക്കും. പിന്നെ ആ സൈഡിൽ നിന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തുറയും. ഇതുണ്ടല്ലേ, എന്താണുള്ള സംഭവം. പിന്നെ ഇവിടെ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ഇവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. നേരത്തെ ആ പണ്ട് കാലത്ത് അവർ ഈ കാണുന്ന ഹോൾസിലൊക്കെ ഒരുതരം എന്തോ ഒരു വെളിച്ചെണ്ണ പോലത്തെ ഒരു സാധനം ഒഴിച്ചിട്ട് കത്തിക്കും. അപ്പം അങ്ങനെയാണ് പണ്ട് ഒരു വെട്ടം കണ്ടിരുന്നത് കേട്ടോ ഈ അണ്ടർഗ്രൗണ്ട് സിറ്റിയിൽ. ആ നടന്നു ലൂക്ക് നടന്നു കേട്ടാ. സ്ലിപ്പർ ചെയ്യണോ? കുഴപ്പമില്ല, ട്രൈ ചെയ്യും. So if you want, you can take my hand. Yes. Some of them, please don't enter this tunnel. Okay. They are coming back. Stone door in here, but there is no hole at the middle side of this round shape. So how they can understand that in the other side of this door there is an enemy or their friends? Let me show it. From these holes, they are looking from here to down. If there is an enemy, they can easily kill from here also. അത് നല്ലൊരു പരിപാടിയുണ്ട്. ഡോർ ഇട്ടിരിക്കുകയാണെങ്കിൽ ഇതിലേക്കൂടെ നോക്കി ചെറിയ ഹോളുണ്ട് അവിടെ. ആ ഹോളിൽ നോക്കിക്കഴിഞ്ഞാൽ ആരെങ്കിലും എനിമീസ് വന്നെങ്കിൽ ഇവിടെ നിന്ന് ഈസി ആയിട്ട് അവർക്ക് കില്ല് ചെയ്യാന്ന് പറയാം. It's more than 20-25 meters long. If you want, I'm waiting in here. ഒരു ചെറിയ ടണലാണ് കേട്ടോ. കുനിഞ്ഞു പോകണം. വളരെ ചെറിയൊരു ടണലിലും കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലൂക്കും കുനിഞ്ഞിരിക്കണല്ലേ, ഉണ്ടല്ലേ? ഇപ്പൊ ഹൈറ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. Go ahead. Yeah, almost there. Oh yes. Okay, this is the tunnel.
Very difficult. It was very difficult. Yeah. International phone. Oh, we have this time. More way to go. Luca, go ahead. Yes. Yeah. Yeah. Bend down. Yeah. Go ahead. അപ്പോൾ ലൂക്കും പപ്പയും കൂടി പോവുകയാണ് ചെറിയ ടണലിൽ കൂടി. അടുത്ത ടണലിലെത്തി അല്ല ടണലല്ല ഒരു റൂമിലെത്തിയിട്ട്. ഓക്കെ, ഐ തിങ്ക് ദിസ് ഇസ് ദ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഫോർ അസ്. അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ വേറെ എന്തൊരു ഹോളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും ലൂക്കും മാത്രം ഇവിടെ എത്തിയിട്ടുണ്ട്. വേറെ ആരും വന്നില്ല. എടാ ആരും വരുന്നുണ്ടോ? പോയിക്കോ. ഇതൊരു അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച. ഇത് കണ്ടില്ലേ? ഇപ്പം നമ്മൾ കയറിയ ആ ഒരു അണ്ടർഗ്രൗണ്ട് സിറ്റിയില്ലേ, അതിൻ്റെ ഫൗണ്ടറാണ് ഈ പുള്ളിക്കാരൻ. ഒരു നെയിം സർ? ലത്തീഫ് ഇമാം. ഈ പുള്ളിക്കാരനാണ് ഇത് കണ്ടുപിടിച്ചേട്ടാ. ഇത് കണ്ടില്ലേ? ആ ഒരു അണ്ടർഗ്രൗണ്ട് സിറ്റി കണ്ടുപിടിച്ച ഈ പുള്ളിക്കാരനാണ്. കണ്ടില്ലേ? ഇപ്പോൾ അണ്ടർഗ്രൗണ്ട് സിറ്റി. He named Latif Akar Imam 1972. 1970. So you found this in 1972? Yeah. Wow. Amazing. See? ഇവിടെ ഫോട്ടോ അടക്കം ഉള്ള ബുക്കാണ് 1972. In Kapadokya bu önünde eski önünde sayna firmar otograf. Yeah. അതല്ലേ പുള്ളിയുടെ പേജ്. നിസാര ഒരു അല്ലേ ലൂക്ക പുള്ളിയോട് നിന്നൊരു ഫോട്ടോ എടുക്കണം കൂടെ തന്നെ. ഓക്കെ ഗായ്സ്, അപ്പോൾ പുള്ളി പറയുന്നത് നമ്മൾ എല്ലാം കണ്ടു. അവിടെയുള്ള വെള്ളം സൂക്ഷിക്കുന്നത്, ഫുഡ് സൂക്ഷിക്കുന്നത്, എല്ലാ സംഭവങ്ങളും നമ്മൾ കണ്ടു. പക്ഷെ മെയിൻ ഒരു ഹ്യൂമൻ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ കണ്ടില്ല, ടോയ്ലറ്റ്. അപ്പോൾ പുള്ളി പറയുന്നത് ടോയ്ലറ്റിന് വേണ്ടി അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പോട്രീസ് ആണ്. ആ വലിയ പോട്രീസ് ഇല്ലേ അവിടെ ഇരുന്ന് വെച്ചാൽ, അതുപോലെയുള്ള വലിയ പോട്രീസ് ആണ് അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ആ സിറ്റിയിലേക്ക് കയറിയപ്പോൾ തന്നെ 2 ടണൽ അവർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ ഈ പുള്ളിക്കാരൻ. 2 ടണൽ കാണിച്ചു തന്നിട്ടുണ്ട്. അതിനെപ്പറ്റി പിന്നെ പറയാമെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ പുള്ളി ഇപ്പോൾ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ടണലിൻ്റെ ഫ്രണ്ടിൽ ആ പോട്രീസ് വെച്ച് ബ്ലോക്ക് ചെയ്യും. പിന്നെ ഈ റോമൻ പട്ടാളക്കാരിൽ നിന്ന് അവർ രക്ഷപ്പെടാൻ ചെയ്തുകൊണ്ടിരുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ബാക്കി വരുന്ന ഈ ഹ്യൂമൻ വേസ്റ്റ് അവർ ഇവരുടെ ഈ ആനിമൽ ഹൗസിൻ്റെ ഫ്രണ്ടിൽ കംപ്ലീറ്റ് അവിടെ വെതറി നശിപ്പിച്ചിടും. അപ്പോൾ ഈ വരുന്ന പട്ടാളക്കാരെ അവരെ ഒന്നും ചെയ്യാതെ പോകും. Modern times, but the people are trying to find some precious stones more than 1,000 years in Cappadocia. It is 90 kilometers far away from here, and it is our second longest mountain. It has 3,900 meter height. 90 കിലോമീറ്റർ അകലേക്കാണ് മൗണ്ടൻ. Today they are making the snow activity, the winter activity.